എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഹെഡിങ് എഴുതിയത്? ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഫിഫ്ത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സിക്സ്ത്, ന്യൂ പാർട്ണർ is not in a position to bring premium or goodwill in cash. ശ്രദ്ധിച്ചേ, എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് ഗുഡ്വില്ല് കൊണ്ടുവരാനുണ്ട്. ഇപ്പം ഇതേ എക്സാമ്പിൾ എടുക്കാം. ആക്ച്വലി കൊണ്ടുവരാനുള്ള ഗുഡ്വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 കൊണ്ടുവരാനുണ്ട്. ഇയാൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇയാൾ വരുന്ന സമയത്ത് ഇയാൾ ഇപ്പം നമ്മൾ വിചാരിക്കാം എയും ബി ആണുള്ളത് വിചാരിച്ചോ. എയും ബിയും വരുന്ന സമയത്ത് എയും ബിയുടെ പാർട്ണർഷിപ്പിലേക്ക് സി എന്ന പുതിയൊരാൾ വരുന്ന സമയത്ത് സി 1 ലക്ഷം രൂപ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അയാളെ ഗുഡ്വിൽ കൊണ്ടുവരാനുള്ള പൈസ അയാൾക്കില്ല. ആക്ച്വലി ഗുഡ്വിൽ 16,000 കൊണ്ടുവരേണ്ടിയിരുന്നു. പക്ഷേ എയും ബിയും പറഞ്ഞു 16,000 ഗുഡ്വിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആരോട്? സിനോട്. പക്ഷേ സി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എയും ബിയും പറഞ്ഞു ഞങ്ങൾക്ക് 16,000 രൂപ കിട്ടണം. അപ്പോൾ സി ഒന്നും കൊണ്ടുവന്നില്ല. സി ആകെപ്പാടെ കൊണ്ടുവന്ന് 1 lakh rupees-ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ കേസിൽ എൻട്രി ഇടുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. എക്കും ബിക്കും എങ്ങനെയായാലും 16,000 രൂപ കിട്ടണമല്ലോ, അത് നിങ്ങൾക്കറിയാം. അതായത് ഈ കേസിൽ എങ്ങനെയായിരുന്നു? 16,000 കൊണ്ടുവരണ്ടായിരുന്നു, 10,000 കൊണ്ടുവന്നു. ബാക്കി എമൗണ്ട് എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്തു? അയാളെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എങ്ങനെ ഉണ്ടാവുക? ഇയാൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഗുഡ്വില്ല്. പക്ഷേ ഇയാൾ കൊണ്ടുവന്നോ ഇല്ലയെന്നല്ല, പഴയ പാർട്ട്നേഴ്സിന് എത്ര കിട്ടണം? ഓൾഡ് പാർട്ട്നേഴ്സിന് എത്ര രൂപ ഗുഡ്വില്ല് കിട്ടണം? 16,000 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, ബിസിനസ്സിലേക്ക് ഇയാൾ ക്യാഷ് കൊണ്ടുവന്നിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അയാളെ ക്യാപിറ്റൽ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ സീസ് ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ടു സീസ് ക്യാപിറ്റൽ 1 lakh rupees. രണ്ടാമത്തത്, ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് ഗുഡ്വില്ല് കൊണ്ടുവന്നോ? ഇല്ല, ഗുഡ്വില്ല് ബ്രോട്ട് ചെയ്തിട്ടില്ല. ഗുഡ്വില്ല് ബ്രോട്ട് ചെയ്തിട്ടുണ്ടോ? ഗുഡ്വില്ല് ബ്രോട്ട് ചെയ്തിട്ടില്ല. ഗുഡ്വില്ല് കൊണ്ടുവന്നിട്ടില്ല. ഗുഡ്വിൽ നോട്ട് ബ്രോട്ട്. അപ്പം എന്ത് ചെയ്യണ്ട? നോ എൻട്രി. ഗുഡ്വില്ലിൻ്റെ എൻട്രി ചെയ്തണ്ട. പക്ഷേ മൂന്നാമത്തെ എന്ത് വേണം? ഗുഡ്വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അത് അവർക്ക് കിട്ടണം. അപ്പോൾ അതിലേക്ക് എന്തായിരിക്കും എൻട്രി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ എൻട്രി എന്ന് പറ. ഒരാൾ പറ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് എൻട്രി പെട്ടെന്ന് കിട്ടും. കാവ്യ, എൻട്രി പറഞ്ഞ. കാവ്യ പോയോ? ആ പറ. ഡിസ്ട്രിബ്യൂട്ടറിന്റെ ആ, ഗുഡ്വില്ല് അയാൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എങ്ങനെയാലും. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയുണ്ട്? ഷോർട്ട് എമൗണ്ട് എത്രയുണ്ട്? കൊണ്ടുവരാൻ എത്രയുണ്ട്? 6,000. 6,000 അല്ല, മൊത്തം 16,000 കൊണ്ടുവരാനുണ്ടായിരുന്നു. അതിൽ 10,000 അതിലയാളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആക്ച്വലി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, 0 ആണ്. അപ്പൊ ഷോർട്ടായിട്ട് എത്ര കൊണ്ടുവരാണ്ട്? ആക്ച്വലി ഇനി എത്ര കൊണ്ടുവരാണ്ട് ഷോർട്ടായിട്ട്? 16,000 ഉണ്ടല്ലോ. അയാൾ 16,000 കൊണ്ടുവരേണ്ടിയിരുന്നു. അയാൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ 16,000 അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പൊ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ എൻട്രി ഇടുക? നമ്മൾ നേരത്തെ ഷോർട്ട് എമൗണ്ട് എവിടെ നിന്ന് എടുത്ത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ആറ് ക്യാപിറ്റൽ അക്കൗണ്ട്? ന്യൂ പാർട്ണർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂ പാർട്ണർ ക്യാപിറ്റൽ, ഇവിടെ പുതിയ പാർട്ണർ സി അല്ലേ? അപ്പം സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ
പറ. 2. സീൻ്റെ ക്യാപിറ്റൽ 16,000 എടുത്ത്. 2 ആ ആർക്ക്? ഓൾഡ് എക്കും. പാർട്ട്ണർ. ഓക്കെ, 2 എക്കും 2 ബിക്കും. മോളെ മൈക്ക് ഓഫ് കേട്ടോ. 2 എക്കും ബിക്കും. ഇപ്പോൾ 16,000 നമുക്ക് കിട്ടുന്ന സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞത് 16,000 എന്നുള്ളത് 1:1 എന്നാണ് സാക്രിഫൈസ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര രൂപ ഉണ്ടാവും? 8,000 ഉണ്ടാവും. ബിക്ക് 8,000 രൂപ ഉണ്ടാവും. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് പുതിയ പാർട്ണർ ബിസിനസ്സിൽ ഗുഡ് വിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഗുഡ് വിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമ്മൾ അത് എവിടെ നിന്ന് എടുക്കും? പുതിയ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ന്യൂ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, അക്കൗണ്ടൻസി പഠിക്കൽ ഇങ്ങനെ കേട്ടോ. ഇപ്പോൾ ഇയാളെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എത്രയുണ്ടെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഇയാളെ ടോട്ടൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എത്രയുണ്ടെന്ന് പറയാം കേട്ടോ. 1 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അതാണ് അയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. അയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടി. അതിൽ നിന്ന് ഇയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഇവിടെ എത്ര ഡെബിറ്റ് ചെയ്ത്? 16,000 രൂപ ഡെബിറ്റ് ചെയ്ത്. അപ്പം ആദ്യം നിങ്ങൾ ക്രെഡിറ്റ് സെൽ എത്ര ഉണ്ടായിരുന്നത്? 1 lakh ഉണ്ടായിരുന്നു. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് കുറയല്ലേ ചെയ്യുന്നത്. അപ്പം ഡെബിറ്റ് ചെയ്യുമ്പം എത്ര ഡെബിറ്റ് ചെയ്ത്? 16,000 ഡെബിറ്റ് ചെയ്ത്. ബാക്കി ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര രൂപ ഉണ്ടാവുക? 84,000 രൂപയാണ് ഇയാളെ ക്യാപിറ്റലുള്ളത്. ഈ 16,000 എടുത്തിട്ട് ആർക്ക് കൊടുത്ത്? എക്കും ബിക്കും ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂഷൻ എൻട്രി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻട്രി എഴുതി വെക്ക്. ന്യൂ പാർട്ണർ ഈസ് എഴുതി വെച്ചോ. എൻട്രി എഴുതി വെക്ക്. ഫോർ ട്രാൻസ്ഫറിങ് ന്യൂ പാർട്ണർ ഷെയർ ഓഫ് ഗുഡ് വിൽ ടു ഓൾഡ് പാർട്ണർ. For transfer of goodwill to old partners. Entry new partner capital account debtor to old partner capital account. New partner capital account debtor to old partner capital account. Okay, for transfer of goodwill to old partners capital. കംപ്ലീറ്റ് ആയോ? നിങ്ങൾ മെസ്സേജ് അയക്കാതെ പറയണം കേട്ടോ, കാണുന്നില്ല ഞാൻ. നിങ്ങൾ ഡൗട്ടിലൊക്കെ ചോദിക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത ആഴ്ച നിങ്ങൾ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്ലൈ ചെയ്യാം, നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയിട്ടുണ്ട്? ഇപ്പം കംപ്ലീറ്റ് ആയോ? ഓക്കെ, താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 13 വരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. N and S are partnered in a firm, sharing profit in the ratio 3:2. On 1st January 2003, they admitted O as a new partner for 1/4 share in profit. Full stop ഉണ്ടോ? എങ്ങനെ ഇതെറ്റി? O brought rupees 1,50,000 as capital but could not bring any amount towards his share of goodwill. അയാൾ ഗുഡ്വിൽ ആയിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ദ ഫേംസ് ഗുഡ്വിൽ, അതായത് അയാളെ ഗുഡ്വിൽ അല്ല കേട്ടോ, അവരെ സ്ഥാപനത്തിന്റെ ഫേമിന്റെ ഗുഡ്വില്ലാണ് കേട്ടോ. ഫേം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എസും ന്റെ ഗുഡ്വില്ലാണ്. എത്രയുണ്ട്? ദ ഫേം ഗുഡ്വിൽ ഓൺ ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഓഫ്
വരുന്ന സമയത്ത് അവരെ ഫേമിന്റെ ഗുഡ്വിൽ എത്ര ഉണ്ട്? 1,20,000 ഉണ്ട്. പാസ് നെസസറി ജേണൽ എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം. ഫേമിന്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ, അതായത് ഓന്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം ഓന്റെ ഗുഡ്വിൽ? ഒരാൾ പറ ഓന്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കാം. പറടോ, ഒരാൾ പറഞ്ഞോ. ഓന്റെ ഗുഡ്വിൽ തന്നിട്ടില്ല, അപ്പൊ ഫേമിന്റെ ഗുഡ്വിൽ തന്നിട്ടുണ്ട്. പറ. ഹലോ, വളരെ വളരെ മോശമാട്ടോ മക്കളെ. ഓന്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 1,20,000 ആണ് ഫേമിന്റെ ഗുഡ്വിൽ. ഫേം ഗുഡ്വിൽ ഈക്വൽ ടു 1,20,000. ഓന്റെ ഷെയർ ഈക്വൽ ടു 1,20,000 ഇൻറ്റു 1/4. ഏകദേശം എത്ര ഉണ്ടാവും? 30,000 രൂപ ഉണ്ടാവും ഗുഡ്വില്ല്. ഓന്റെ ഗുഡ്വിൽ 30,000 രൂപ കൊണ്ടുവരേണ്ടിയിരുന്നു. പക്ഷേ ബിസിനസ്സിലെ ഗുഡ്വിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടെ പറയുന്നുണ്ട് ബ്രോട്ട് ₹1,50,000 ആസ് ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ കുഡ് നോട്ട് ബ്രിങ് എനി എമൗണ്ട് ടുവാർഡ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓന്റെ ഷെയർ എത്ര കൊണ്ടുവരാണ്ടായിരുന്നു? 30,000 ഉണ്ടായിരുന്നു. പക്ഷെ 30,000 കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എൻട്രി ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഓസ് ക്യാപിറ്റൽ. 1,50,000. സെക്കൻഡ് വൺ, ഗുഡ്വില്ലിന്റെ എൻട്രി. ഗുഡ്വില്ല് ബ്രോട്ട് ചെയ്തണോ? ഗുഡ്വില്ല് ബ്രോട്ട് ചെയ്തില്ല. നോട്ട് ബ്രോട്ട്. അപ്പൊ നോ എൻട്രി ചെയ്തതിന്റെ ആവശ്യമില്ല, കാരണം ഗുഡ്വില്ല് കൊണ്ടുവന്നിട്ടില്ല. മൂന്നാമത്തത്, പഴയ പാർട്ട്നേഴ്സിന് ഇയാൾ ഗുഡ്വില്ല് കൊണ്ടുവന്നോ ഇല്ലയെന്നോ അല്ല അയാളെ പഴയ പാർട്ട്നേഴ്സിന് പ്രശ്നം ഉണ്ടാവുക. എന്നിനും എസിനും കിട്ടാനുള്ള 30,000 രൂപ ഗുഡ്വില്ല് കിട്ടേണ്ടി വരും. അത് അവിടുന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അയാൾക്ക് ക്യാഷ് ഉണ്ടാവും? ഇല്ല. അയാളുടെ ക്യാഷ് മൊത്തം ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, അയാളെ ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ എൻട്രി ഇടുക? ഓസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എൻഎസ് ക്യാപിറ്റൽ ടു എസ് ക്യാപിറ്റൽ. എത്ര മൊത്തം? 30,000 രൂപയാണ് ഗുഡ്വിൽ ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ പറയാത്തതുകൊണ്ട് ഓൾഡ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 തന്നെ ആയിരിക്കും, ഓൾഡ് റേഷ്യോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ എൻട്രി ഇടുക? 30,000 ഇൻറ്റു ഫസ്റ്റ്താക്ക് എത്ര ഉണ്ടാവും? ഫസ്റ്റ്താക്ക് 30,000 ഇൻറ്റു 3/5 ഇയാൾക്ക് 30,000 ഇൻറ്റു 2/5, അതായത് 18,000 രൂപയും 12,000 രൂപയും ഉണ്ടാവും. താഴെ നരേഷ് ചെയ്ത ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ണർ. ഞാൻ കോപ്പി. നീ ഡൗട്ടുള്ള ചോദിച്ചോ. നിർത്താം. അടുത്ത റീവാലുവേഷൻ അക്കൗണ്ട് പുതിയ ടോപ്പിക്കാണ്, അത് ഞായറാഴ്ച നമുക്ക് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, എനിക്ക് തോന്നുന്നു 7ാമത്തെ മെത്തേഡ് ആയിരിക്കും. ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് in the books at the time of admission. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ 7 മെത്തേഡിൽ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് ഇത്. ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. Goodwill existing at the time of admission. Goodwill existing at the time of admission. Goodwill existing in the books at the time of admission. ഇപ്പൊ ജോയിൻ ചെയ്ത ആളാരാ? സാറേ ഇത് വേറെ ഫോണിൽ നിന്ന് ജോയിൻ ചെയ്തതാ. നേരത്തെ കേറിനി, അത് കട്ടാവുകയാണ്, കേൾക്കണില്ല മര്യാദ. ഓക്കെ,
ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. സഹല ഉണ്ട് ഇതില്. സഹല എന്താണ് ഇപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത്? ഈ ഹെഡിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ആര്? സഹല പോയോ? ഇല്ല. ആ പറ മോളെ. എന്താണ് ഈ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് അറിയോ? അത് അഡ്മിഷന്റെ ടൈമില് ഗുഡ്വിൽ ഇല്ലാതാവുകയാണോ? ഓക്കെ, ശ്രദ്ധിച്ചോ. അതായത് എയും ബിയും ആണ് നമ്മളെ പാർട്ണർമാരുള്ളത്. സി വരുന്ന സമയത്ത് ഇവര് രണ്ട് പേരും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗുഡ് വിൽ ഉണ്ടാവും സ്ഥാപനത്തിന്. ഇപ്പൊ ഒരു 50,000 രൂപന്റെ ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിൽ ഉണ്ടാക്കിയ ഗുഡ് വില്ലിന് വാല്യൂ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സമയത്താണ് സി എന്ന പുതിയ ഒരാൾ വരുന്നത്. സി എന്ന പുതിയ ആള് വരുന്ന സമയത്ത് സി രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുമല്ലോ. ഒന്ന് അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും, ഒന്ന് അയാള് ഗുഡ് വില് കൊണ്ടുവരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സ്ഥാപനത്തിലെ അതായത് എയും ബിയും ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വിൽ ഉണ്ട്, അത് ഇനി ഇല്ല, അത് ഒഴിവാക്കാണ്, അത് റിമൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറയും. കാരണം എന്താ അറിയോ? ഇനി ഈ ഫേമിന് ഈ ഗുഡ് വില് ഈ ഗുഡ് വിൽ ഒഴിവാക്കിയിട്ട് അത് പുതിയ ഗുഡ് വിൽ ആര് കൊണ്ടുവരുന്നുണ്ട്? സി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്തോ. ഇപ്പം ഈ 50,000 എക്ക് 25,000 ബിക്ക് 25,000 എന്ന് വിചാരിച്ചോ. സി 60,000 രൂപ ഗുഡ് വിൽ ഉണ്ടെന്ന്. അപ്പം ഈ ഗുഡ് വിൽ ഉണ്ടാക്കിയത് എയും ബിയും ആണ്. അത് ഒഴിവാക്കുമ്പം എക്കും ബിക്കും ലോസ് ഉണ്ടാവുക അല്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയണ കേട്ടോ. അതായത് എയും ബിയും ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില്ലാണ് 50,000. അത് റൈറ്റ് ഓഫ് ചെയ്യുക, അല്ലാതെ അത് റിമൂവ് ചെയ്യുക, അത് ഒഴിവാക്കുകയാണ്. ആ ഫേമിൽ ഉണ്ടായിരുന്ന ഗുഡ് വിൽ ഒഴിവാക്കുകയാണ്. എന്തിന്? പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില് കൊണ്ടുവരുന്നുണ്ട്. ഇനി അയാളും കൂടിയും ഈ സ്ഥാപനത്തിൽ ഇൻവോൾവ് ആവും ഇവിടെ. അപ്പൊ എന്ത് ചെയ്യണം? പഴയ പാർട്ട്നേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില് ഒഴിവാക്കണം. അതിന് പകരം പുതിയ പാർട്ണർ ഗുഡ് വില് കൊണ്ടുവരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. റൈറ്റ് ഓഫ് ചെയ്യാന് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുണ്ടാക്കിയ ഗുഡ് വില് ഒഴിവാക്കില്ലേ. അപ്പം ഒഴിവാക്കുന്ന സമയത്ത് ഈ 25,000 എൻ്റെ അക്കൗണ്ട് എന്ന് പറയും, ഈ 25,000 ബിന്റെ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോൾ 60,000 രൂപ ഉണ്ടെന്നില്ലേ. അങ്ങനെയാണെങ്കിൽ എ 30,000 ബി 30,000 എന്ന് വിചാരിച്ച സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എനെ സംബന്ധിച്ചിടത്തോളം 25,000 റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സി കൊണ്ടുവന്ന ഗുഡ് വിൽ 30,000 ഉണ്ട്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം 5,000 രൂപ ലാഭമല്ലേ. ഇവിടെ ഇയാളെ സംബന്ധിച്ച് 25,000 നമ്മൾ ഒഴിവാക്കി, ബി 25,000 ഒഴിവാക്കി. പക്ഷെ സി കൊണ്ടുവരുന്ന 30,000 ഗുഡ് വിൽ ഉണ്ട്. അപ്പൊ 5,000 രൂപ ഇയാൾക്ക് ലാഭമല്ലേ. ഇപ്പൊ എന്താ? പ്രോഫിറ്റ് ആണ്. ഇനി സി 20,000 ഗുഡ് വിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലോ 25,000 ഉണ്ടായിരുന്നു, 20,000 ആകുന്ന സമയത്ത് എക്ക് 10,000 കിട്ടുന്നുള്ളൂ, ബിക്ക് 10,000 കിട്ടുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിച്ചാൽ 15,000 രൂപ ലോസ് ആണ്. അപ്പൊ ഇനി ഇതിന്റെ കൺക്ലൂഷൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ബുക്കില് നിങ്ങൾ പുതിയ പാർട്ണർ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് എയും ബിയും ഉണ്ടാക്കി സി ആറിനെ പുതിയ ഒരാൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുള്ള ഓൾഡ് പാർട്ണേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില് അത് നമ്മളെ ബുക്കിൽ ഉണ്ടായിരിക്കും. ബുക്ക് മീൻസ് നമ്മളെ അക്കൗണ്ട്സിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അതെന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ആ ഗുഡ് വില് ഒഴിവാക്കണം. ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഗുഡ് വിൽ എന്ന് പറഞ്ഞൊരു അസറ്റാണ്. ഗുഡ് വിൽ എന്ന അസറ്റാണ്. ആ അസറ്റിനെ ഇല്ലാതാക്കണം. അപ്പൊ എന്താ ചെയ്താൽ മതി? ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്താൽ മതിയോ ക്രെഡിറ്റ് ചെയ്താൽ മതിയോ? ഗുഡ് വില്ലിന് ഡെബിറ്റ് ബാലൻസാ. കാരണം എന്താ? ഗുഡ് വിൽ അസറ്റ് ആയതുകൊണ്ട്. ഗുഡ് വില്ലിന് ഡെബിറ്റ് ബാലൻസാ, ഗുഡ് വിൽ അസറ്റ് ആയതുകൊണ്ട്. അപ്പൊ ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് കുറയല്ലോ. ടു ഗുഡ് വിൽ എഴുതി. ഓക്കെ, 50,000 രൂപ. ഈ ശ്രദ്ധിച്ചോ, ഈ ഗുഡ് വിൽ ആരുണ്ടാക്കിയ ഗുഡ് വില്ലായിരുന്നു? എയും ബിയും ഉണ്ടാക്കിയ ഗുഡ് വില്ലായിരുന്നു. സത്യത്തിൽ ഇവരെ സംബന്ധിച്ചോളം ആ ഗുഡ് വിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25,000 അവരെ ക്യാപിറ്റലിന് കുറയല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ ഗുഡ് വിൽ 25,000 രൂപ 50,000 രൂപന്റെ ഗുഡ് വില്
അത് റിമൂവ് ചെയ്യുമ്പോൾ അവരെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയാ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താ എൻട്രി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 25,000, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 25,000 ടു ഗുഡ്വിൽ. അതായത് ഓൾഡ് ഗുഡ്വില് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി. ഓക്കെ, ഇനി പുതിയ പാർട്ണർ കൊണ്ടുവരാൻ എൻട്രി സെയിം, അതിലൊരു മാറ്റമില്ല. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തും, അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്തിൽ എൻട്രി ചെയ്തും ഫസ്റ്റ് വൺ. രണ്ടാമത് അയാൾ എന്ത് ചെയ്യും, ഗുഡ്വിൽ കൊണ്ടുവരും, അതിന് എൻട്രി ചെയ്തും. ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി ഇടും, വേറെ ഒരു മാറ്റമില്ല. അപ്പോൾ പുതിയതായിട്ട് പഠിച്ച ഈ എൻട്രി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ, അതായത് ഓൾഡ് അഡ്മിഷൻ്റെ ടൈമിൽ, അതായത് ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് പുതിയ പാർട്ണർ, ന്യൂ അഡ്മിഷൻ ഓഫ് പാർട്ണർ, പുതിയ പാർട്ണർ വരുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന ഗുഡ്വില്, അതായത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കുന്ന ഗുഡ്വില്, നിങ്ങൾ ക്വസ്റ്റിൽ തരും ഗുഡ്വില്, ആ ഗുഡ്വിൽ നിങ്ങളോട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറയും, എഴുതി തള്ളാൻ പറയും. അപ്പം നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി ഓൾഡ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു old partners capital account debtor to goodwill. Old partners capital account debtor to goodwill. ഇനി ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ. ഏത് റേഷ്യോയിലാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്, ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, നോട്ട് ചെയ്ത് വെച്ചോ. വേഗം എൻട്രി ചെയ്ത് വെച്ചോ. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി ഓൾഡ് പാർട്ണേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. ഏത് റേഷ്യോയിൽ? ഓൾഡ് റേഷ്യോയിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഡൗട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15, H ആൻഡ് M. ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ലത് എന്ന് പറഞ്ഞല്ലോ, 15 തന്നെ അല്ലേ? 15 പേജ് നമ്പർ 32 ആണോ? റിപ്ലൈ തരണേ. 15 തന്നെ 15. ഓക്കെ, പേജ് നമ്പർ 32, ക്വസ്റ്റ്യൻ നമ്പർ 15. H and M are partner in a firm sharing profit in the ratio 3:2. This is a older ratio. On 1st April 2003, they admit C as a new partner. പുതിയ ഒരാൾ വന്നു, ചിലപ്പോൾ ഇയർ പ്രശ്നം ഉണ്ടാവും, നോ പ്രോബ്ലം, അത് പ്രശ്നമാക്കി എടുക്കണ്ട കേട്ടോ. C as a new partner. C brought 75,000 as capital. C 75,000 കൊണ്ടുവന്ന് 20,000 രൂപ അയാളെ ഗുഡ്വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. അയാളെ റേഷ്യോ C കൊണ്ടുവന്ന സമയത്ത് അയാളെ റേഷ്യോ 1/4 ആണ്. C admission, C വരുന്ന സമയത്ത് ഗുഡ്വിൽ ആൾറെഡി എക്സിസ്റ്റ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം. C വരുന്ന സമയത്ത് ഓൺ C അഡ്മിഷൻ ഗുഡ്വിൽ ആൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ്. സ്ഥാപനത്തിന്റെ ബുക്കിൽ ഉണ്ടായിരുന്ന ഗുഡ്വില്ല് 3 രൂപയല്ല 30,000 രൂപയാണ് കേട്ടോ. ₹30,000, 30,000 രൂപയാണ്. ₹30,000. പാസ് നെസറി ജേർണൽ ഓൺ C's അഡ്മിഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റത്തെ എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എൻട്രി, ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്തുള്ള എൻട്രി പറ. എത്രയിലെ ക്യാപിറ്റൽ ഉണ്ടെന്ന്? 75,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. സി ആണ്, ആരാണ്? സീസ് ക്യാപിറ്റൽ. എത്രയുണ്ട്? 75,000. രണ്ടാമത്തത് സി ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. സോറി, ഫസ്റ്റ് എന്ത് ചെയ്യണറിയോ? സി വരുന്നതിന് മുന്നെയാണ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഗുഡ്വില്ലാണ്. ഓൺ C അഡ്മിഷൻ ഗുഡ്വിൽ ആൾറെഡി എക്സിസ്റ്റഡ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം
₹30,000. 30,000 രൂപൻ്റെ എന്തുണ്ടായിരുന്നു? ഗുഡ് വിൽ ഉണ്ടായിരുന്നു 30,000 രൂപൻ്റെ. ഈ ഗുഡ് വില്ല് സീൻ്റെ വരുന്ന സമയത്ത് 30,000 രൂപ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ആ ഗുഡ് വില്ല് 30,000 രൂപൻ്റെ ഗുഡ് വില്ല് ഉണ്ടാക്കിയത് ആരായിരിക്കും? എച്ചും എമ്മും അല്ലേ? ആ ഗുഡ് വില്ല് എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു, റിമൂവ് ചെയ്യുന്നു. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള 30,000 രൂപൻ്റെ ഗുഡ് വില്ല് അവരെന്ത് ചെയ്യുന്നു? റൈറ്റ് ഓഫ് ചെയ്യണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എൻട്രി. റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി. റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ഇപ്പോൾ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞേ? ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗുഡ് വില്ല. അങ്ങനെയാണെങ്കിൽ ഓൾഡ് പാർട്ണേഴ്സ് ആരൊക്കെ? എച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, എം ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ. എത്രയാണ് ഗുഡ് വിൽ ഉള്ളത്? 30,000 രൂപ. 30,000 രൂപ ഏത് റേഷ്യോയിലാണ് കൊടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു ഏത് റേഷ്യോയിലാണ്? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓൾഡ് റേഷ്യോയിലാണ്. ഓൾഡ് റേഷ്യോയിലാണ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി. അങ്ങനെ ആണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 3:2 അല്ലേ? 3:2 അല്ലേ? അപ്പം ഒരാൾക്ക് 18,000 രൂപ ഉണ്ടാവും, ഒരാൾക്ക് 12,000 രൂപ ഉണ്ടാവും. അതൊക്കെ കണ്ടുപിടിക്കാറില്ലേ? 30,000 ഇൻറ്റു 3/5. അതായത് ഈ എൻട്രി ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറയാം? അവിടെ ഈ എൻട്രി ഇടുന്ന എച്ചിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കുറയാണ് ചെയ്യുന്നത്. കാരണം അത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട്. അതെന്താ സംഭവിക്കുന്നത്? അത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അത് കുറയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എൻട്രി, സി ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. സീസ് ക്യാപിറ്റൽ എത്ര ഉണ്ട്? ക്യാഷ് എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? 75,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. 75,000. അതായത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസർ. തേർഡ് വൺ, ഗുഡ് വിൽ. ബ്രോട്ട് ഗുഡ് വിൽ. എന്താ എൻട്രി ഇടുക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ. എത്ര രൂപ ഗുഡ് വിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇയാള്? 20,000 രൂപ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ. ഇനി ഈ ഗുഡ് വിൽ ആർക്കുള്ളതാണ്? ഈ ഗുഡ് വിൽ ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ണേഴ്സിനുള്ളതാണ്. അപ്പം ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ഇൻ സാക്രിഫൈസ് റേഷ്യോ. ക്വസ്റ്റ്യനിൽ സാക്രിഫൈസ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ ഏതായിരിക്കും? ഓൾഡ് റേഷ്യോ. ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു എച്ച് ക്യാപിറ്റൽ ടു എം ക്യാപിറ്റൽ. ഗുഡ് വിൽ ഇപ്പോൾ എത്ര ഉള്ളത്? 20,000 രൂപ. ഏത് റേഷ്യോ ആണ്? 3:2 ആണ്. പുതിയ റേഷ്യോ തന്നിട്ടില്ല, ന്യൂ റേഷ്യോ. അപ്പം സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് റേഷ്യോ ആയിരിക്കും. അപ്പം എത്ര ഉണ്ടാവും? 12,000 ഉണ്ടാവും, 8,000 ഉണ്ടാവും. ഈ എൻട്രി മനസ്സിലായിട്ടുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ. ഇത് ആരും എഴുതല്ല കേട്ടോ, ഒരു കാര്യം പറയണ്ടേ. ഇതാണ് ഇമ്പോർട്ടൻ്റ് എൻട്രി. ഇപ്പോൾ പഠിച്ചതല്ലേ, ബാക്കിയൊക്കെ പഴയ എൻട്രിയാണ്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോ? ഇവിടെ എൻ്റെ എച്ചും എമ്മും 18,000 ആണ് ഡെബിറ്റ് ചെയ്ത്, അതായത് എൻ്റെ ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറഞ്ഞ്. ഇപ്പൊ പുതിയ ഒരാൾ വന്ന സമയത്ത് എത്ര ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്? പുതിയ ഒരാൾ ഗുഡ് വിൽ കൊണ്ടുവന്ന് 12,000, 8,000 ഉള്ളൂ. ആക്ച്വലി ഇവർക്ക് ലാഭമാണോ നഷ്ടമാണോ? ഈ പുതിയ പാർട്ണർ ഗുഡ് വിൽ കൊണ്ടുവന്നതുകൊണ്ട്, പുതിയ പാർട്ണർ വന്നതുകൊണ്ട് ഇവർക്ക് ലാഭമാണോ നഷ്ടം ഉണ്ടായത്? റിപ്ലൈ തരുമോ? അതായത് ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരുന്ന ഗുഡ് വിൽ 30,000 രൂപയുടെ ഗുഡ് വില് അത് ഒഴിവാക്കി റൈറ്റ് ഓഫ് ചെയ്ത്. അപ്പൊ എച്ചിന് 18,000 രൂപ പോയി, എമ്മിന് 12,000 രൂപ പോയി. പക്ഷെ സി പറഞ്ഞ ഒരാൾ വന്ന സമയത്ത് അയാൾ 20,000 ഗുഡ് വിൽ കൊണ്ടുവന്ന് അത് 12,000, 8,000 ആയിട്ട് മാറി. 12,000 എച്ചിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കയറി, എമ്മിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര കയറി? 8,000 കയറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എച്ചിന് ലാഭമാണോ എമ്മിന് ലാഭമാണോ സി എന്ന പുതിയൊരാൾ വന്ന സമയത്ത് എന്നാണ് ചോദിക്കുന്നത്. നഷ്ടമാണ്.
ഓക്കെ, റെഡിയാണ്. ഇവിടെ 18,000 രൂപ ഡെബിറ്റിൽ പോയിട്ടുണ്ട്, ഇയാൾക്ക് 12,000 കിട്ടിയുള്ളൂ, ബാക്കി 6,000 രൂപ ലാസ്റ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടം നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവണം അത് നഷ്ടമാണ് എന്നുള്ളത്. ഓക്കെ, വേഗം കോപ്പി ചെയ്യ്, പെട്ടെന്ന് കോപ്പി ചെയ്യ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. 18. ശ്രീകാന്ത് ആൻഡ് രാമൻ ആർ പാർട്ണർ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. ഇപ്പൊ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അഡ്മിറ്റ് വെങ്കിട്ട് എസ് എ പാർട്ണർഷിപ്പ് വിത്ത് 1/3 ഷെയർ ഓഫ് പ്രോഫിറ്റ്. അയാൾക്ക് 1/3 കൊടുത്ത്. അയാൾ ബ്രിങ് 30,000 രൂപ അയാളെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആൾസോ പ്രോമിസ് ടു ബ്രിങ് നെസസറി എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓൺ ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ദ ഗുഡ് വിൽ ഈസ് വാല്യൂ 24,000. ഗുഡ് വിൽ വാല്യൂ എത്രയുണ്ട്? 24,000 രൂപ. ദ ഗുഡ് വിൽ അക്കൗണ്ട് ആൾറെഡി അപ്പിയർ ഇൻ ദി ബുക്സ് 12,000 രൂപ. ഓക്കെ, വെങ്കിട്ട് ബ്രിങ് നെസറി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഷെയർ ഓഫ് ഗുഡ് വിൽ ആൻഡ് അഗ്രി ദ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് റെക്കോർഡ് നെസറി ജലൻട്രി. ഇവിടെ 2 ഗുഡ് വിൽ ഉണ്ട്, കൺഫ്യൂഷൻ വരണ്ട. ഫസ്റ്റ് ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗുഡ് വിൽ നോക്ക്. ദ ഗുഡ് വിൽ അക്കൗണ്ട് ഓൾറെഡി അപ്പിയർ ഇൻ ദി ബുക്സ്. അയാൾ വരുന്ന സമയത്ത് ഗുഡ് വിൽ ഓൾറെഡി എത്ര രൂപ ഉണ്ട്? 12,000 രൂപ ഉണ്ട്. നെക്സ്റ്റ് വൺ, ഓൺ ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ദ ഗുഡ് വിൽ ഹാസ് വാല്യൂ 24,000. ഇയാളെ ഗുഡ് വിൽ എത്ര ആക്കിയിട്ടുണ്ട്? അയാളെ ഗുഡ് വിൽ 24,000 രൂപ ആക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന പഴയ ഗുഡ് വില്ലാണ് എത്ര രൂപ? 12,000 രൂപ. അപ്പൊ ഈ ഗുഡ് വില്ലാണ് 12,000 നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. ഈ 24,000 രൂപ എന്ത് ചെയ്യണം? പാർട്ണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഓൺ ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ദ ഗുഡ് വിൽ ഹാസ് വാല്യൂ സോറി. അതായത് ഈ 24,000 രൂപ എന്നുള്ള ഗുഡ് വില്ലില്ലേ, സി വരുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ ഗുഡ് വില്ലാണ്, ഫേമിന്റെ ഗുഡ് വില്ലാണ്. ആ ഫേമിന്റെ ഗുഡ് വില്ല് 24,000 ഗുഡ് വില്ലുള്ള. ആ 24,000ന്റെ 1/3 എടുത്താൽ മതി കേട്ടോ. 24,000ത്തിന് 1/3, അയാളെ ഷെയർ 1/3 അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഇയാളെ വെങ്കിട്ടിന്റെ ഷെയർ കിട്ടും. 24,000ത്തിന്റെ 1/3 എന്ന് പറയുമ്പോൾ 8,000 ഉണ്ടാവും. ഈ 8,000 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ശ്രീകാന്തിനും രാമനും ന്യൂ സാക്രിഫൈസ് റേഷ്യോ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും, 3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, 12,000 റേറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി. ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അഹൂഞ്ച ബാറു ആ പാർട്ണർ ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. They decide to admit Chaduri into partnership with 1/5 share profit, which occur equally from അഹൂഞ്ച ആൻഡ് ബാറു. അതായത് 3:2 ആണ് ഇവരെ സ്ഥാപനത്തിന് റേഷ്യോ. സി പറഞ്ഞ ചന്ദ്രു എന്ന പുതിയൊരാൾ വന്നു, അയാളെ റേഷ്യോ 1/5. ഈ 1/5 അക്യൂർ ചെയ്ത് ഈക്വലി ഫ്രം അഹൂഞ്ച ആൻഡ് ഇവരുടെ അടുത്തുനിന്ന. അപ്പൊ ഈക്വലി എത്ര വരും എന്നുള്ളതൊക്കെ ന്യൂ റേഷ്യോ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഈക്വലി ഇവിടെ എത്ര ഈക്വലി വരുന്ന എമൗണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എത്രയാണോ ഈക്വലി വരുന്ന എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് സാക്രിഫൈസ് റേഷ്യോ. തേർഡ് വൺ എന്താ പറയുക നോക്ക്. ഗുഡ് വിൽ ഈസ് വാല്യൂഡ് 30,000 രൂപ ഗുഡ് വിൽ വാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഗുഡ് വിൽ 30,000 ഗുഡ് വില്ലുണ്ട്. എൻ്റെ ചന്ദ്രു ബ്രിങ് 16,000 ആസ് ക്യാപിറ്റൽ. അയാൾ എത്ര രൂപ ഗുഡ് വിൽ കൊണ്ടുവന്നിട്ടുണ്ട്? അയാൾ 16,000 രൂപ അയാളെ ക്യാപിറ്റലാണ്. ബട്ട് നോട്ട് ഇൻ പൊസിഷൻ ടു ബ്രിങ് എനി എമൗണ്ട് ഗുഡ് വിൽ. അയാൾ എന്ത് ചെയ്തിട്ടില്ല? ബിസിനസ്സിലേക്ക് ഒരു ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, എത്ര ഗുഡ് വിൽ ഇസ് വാല്യൂഡ് അറ്റ് 30,000 ഗുഡ് വിൽ വാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ 30,000 ഗുഡ് വിൽ. അത് ഫേമിന്റെ ഗുഡ് വിൽ ആണോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് വോയിസ് അയച്ചുതരാം കറക്റ്റ് ആയിട്ട്. 30,000 രൂപ ഗുഡ് വിൽ ഉണ്ട്, 16,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഒരു ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടില്ല. ഇയാൾ ഗുഡ് വില്ല് കൊണ്ടുവന്നോ ഇല്ലല്ലേ നോക്കണ്ടേ. എന്ത് ചെയ്യണം? ആ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യണം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബുക്കിൽ എന്തില്ല, പഴയ ഗുഡ് വില്ല് സ്ഥാപനത്തിന് ബുക്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഗുഡ് വിൽ അക്കൗണ്ട് റേസർ ഫുൾ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത്ര ചെയ്യുന്ന വെച്ചാൽ സ്റ്റെപ്പ് നമ്പർ 1 ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് നമ്പർ 2 സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3 ക്യാഷിന്റെ ക്യാപിറ്റൽ എൻട്രി. സ്റ്റെപ്പ് 4 ഗുഡ് വില്ലിന്റെ എൻട്രി. ഞാൻ ഇപ്പോൾ ഒരു വോയിസ് അയച്ചാൽ ഗുഡ് വില്ല് ഫേമിന്റെ ഗുഡ് വില്ലാണോ നീ എന്തിന്റെ ഗുഡ് വില്ലാ നോക്കണം എനിക്ക് കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം.
നമ്പർ 4 ഗുഡ്വില്, സ്റ്റെപ്പ് നമ്പർ 5 ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി. സ്ഥാപനത്തിൽ പഴയ ഗുഡ്വിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 20 ഒക്കെ ചെയ്യാനുള്ള കേട്ടോ, ചെയ്തില്ലെങ്കിൽ വിവരം അറിയേ. Ram and Rahim are partner in a firm sharing profits in the ratio 3:2. Rahul admitted with the partnership 1/3 share of profit. He bring 10,000 rupees as a capital, but not a position to bring any amount for share of goodwill, and the goodwill is valued 30,000. Not the same question. Give necessary challenge in the following situation where the goodwill appear in the books of the firm, and when goodwill appear rupees 15,000 in the books of the firm and goodwill appear rupees 30,000. അതായത് ഫേം എന്താണ് സ്ഥാപനത്തിൽ അയാൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലാണ്. ഫസ്റ്റത്തെ കേസിൽ എന്തില്ല, ഫസ്റ്റത്തെ കേസിൽ എന്ത് പറയുന്നില്ല ക്വസ്റ്റ്യനിൽ, സ്ഥാപനത്തിൽ പഴയ ഗുഡ്വിൽ ഇല്ല. ഫേം ദ ഗുഡ്വിൽ അപ്പിയർ ദ ഫേം റുപ്പീസ് ഏന്റെ കേസിൽ സ്ഥാപനത്തിൽ പഴയ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ ഒന്നുമില്ല. രണ്ടാമത്തെ കേസിൽ വെൻ ദ ഗുഡ്വിൽ അപ്പിയർ എത്ര രൂപ ഉണ്ട്, വെൻ ദ ഗുഡ്വിൽ അപ്പിയേഴ്സ് rupees 15,000 രൂപ ഉണ്ട് ദ ബുക്സ് ഓഫ് ദി ഫേം ആൻഡ് ഗുഡ്വിൽ അപ്പിയർ മൂന്നാമത്തെ സിറ്റുവേഷനിൽ 36,000 രൂപയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 കേസിൽ നിങ്ങൾ എൻട്രി ചെയ്തണം, റൈറ്റ് ഓഫിന്റെ എൻട്രി. ഓക്കെ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 21. H and B are partner profits equally. They admit C into partnership. New profit ratio തന്നിട്ടുണ്ട്, അപ്പം നമുക്ക് സാക്രിഫൈസ് റേഷ്യോ നിർബന്ധമാണ്. C is unable to bring any amount of goodwill rupees 25,000. അയാൾ ഒരു എമൗണ്ട് കൊണ്ടുവന്നിട്ടില്ല, അയാൾ ഗുഡ്വിൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്വിൽ ഓഫ് ദി ഫേമിന്റെ ഗുഡ്വിലാണിത്, 18,000 രൂപ ഉണ്ട് ഫേമിന്റെ ഗുഡ്വില്. അപ്പം അയാളെ ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കുക, 18,000 ഇൻറ്റു അയാളെ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരെ. അവർ ഇത്ര റേഷ്യോ പറഞ്ഞിട്ടില്ല. പ്രോഫിറ്റ് ലോസ് ഈക്വൽ ടു 1:1 ആണ്. സി ഇൻറ്റു പാർട്ണർഷിപ്പ്. ഓക്കെ, ഗീവ് നെസസറി സീൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ പറഞ്ഞിട്ടില്ല അല്ലേ, അത് ഞാൻ എത്രയും നോക്കിയിട്ട് അതുകൊണ്ട് വോയിസ് അയച്ചത് കറക്റ്റ് ആയിട്ട് കേട്ടോ, എന്തൊക്കെ മിസ്റ്റേക്ക് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22 സെയിം ക്വസ്റ്റ്യൻ. H and NR partner in a firm sharing problems in the ratio 3:2. They are capital 80,000, 50,000 respectively. They admit some into 1 January 2017 as a new partner with 1/5 share of future profit. Some brought 60,000 as capital. 60,000 രൂപ capital വന്നു. Calculate the value of goodwill in the firm and record necessary calendar in the sum admission. ഇത് നിങ്ങൾ ചെയ്യേണ്ട, ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹിഡൻ ഗുഡ്വിൽ എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ അതായത് 21ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ചെയ്യണം. എന്തെല്ലാം അതിൽ കറക്ഷൻസ് കാര്യങ്ങളുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് അയച്ചുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ